ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ്. സാധാരണ പഴം ചേർത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ടല്ലോ. ചക്കപ്പഴം ചേർത്താണ് ഞാൻ ഈ ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാലോ. ഒരു ഗ്ലാസ് പച്ചരി കഴുകി നന്നായിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ഈ വെള്ളം തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കേണ്ട, കുറച്ച് കട്ടിയായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി കുറച്ച് ചക്കച്ചുള എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് കഴിഞ്ഞ വർഷം ഞാൻ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത ചക്കച്ചുളയാണ്. ഇത് ഒരു 10-20 ചെറിയ ചക്കച്ചുളയാണ്. അതൊന്ന് അരച്ചെടുക്കാം. ചക്കയും അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന പച്ചരിയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കട്ടിയായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ശർക്കര പാനിയാക്കി ഒഴിച്ചു കൊടുക്കണം. അതിന് ശർക്കര ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കും. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുക. ഇതൊന്ന് ഒരു ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. തേങ്ങ ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുക. ശർക്കരപ്പാനി ഒഴിച്ച് നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട്, അത് സാരമില്ല. ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചതച്ചത്, എള്ള ചേർത്ത് കൊടുക്കാം 1 ടേബിൾ സ്പൂൺ. ഇച്ചിരി ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ മാത്രം ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം.
ചെറിയ തീയിൽ കിടന്ന് വേകണം. 2 ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചക്കയുടെ സീസൺ തീരുന്നതിന് മുമ്പേ തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരിക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ എണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കണം.